തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്കായി മകൻ പ്രവർത്തിച്ചതിന്റെ പേരിൽ സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി പരാതി. ഇടുക്കി തൊടുപുഴ കാരിക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ സ്വീപ്പർ നിസ ഷിയാസിനെയാണ് CPM ഭരണസമിതി പിരിച്ചുവിട്ടത്. എന്നാൽ ജോലിയിലെ പിഴവ് മൂലമാണ് നിസയെ പിരിച്ചുവിട്ടതെന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം. 6 വർഷമായി 5000 രൂപ ശമ്പളത്തിൽ കാരിക്കോട് സർവീസ് സഹകരണ ബാങ്കിലെ സ്വീപ്പർ തസ്തികയിൽ താൽക്കാലിക ജീവനക്കാരിയാണ് നിസ ഷിയാസ്. നിസയുടെ 14 വയസ്സുള്ള മകൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നായി പ്രവർത്തിച്ചു എന്ന പേരിലാണ് LDF ഭരിക്കുന്ന ബാങ്ക് ഭരണസമിതിയുടെ പിരിച്ചുവിടൽ നടപടി. നിസയെ ജോലിയിൽ തുടരാൻ അനുവദിച്ചാൽ പാർട്ടി വിടുമെന്ന് പ്രാദേശിക പ്രവർത്തകർ സമൂഹമാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിയിരുന്നു. തൊടുപുഴ നഗരസഭയിലെ 21-ാം വാർഡിൽ മത്സരിച്ച കോൺഗ്രസിന്റെ വിഷ്ണു കോട്ടപ്പുറത്തിനായാണ് നിസയുടെ മകൻ പ്രവർത്തനത്തിനിറങ്ങിയത്. CPIM സ്വാധീന മേഖലയായിരുന്ന വാർഡിൽ വിഷ്ണു വിജയിച്ചതോടെയാണ് ബാങ്ക് ഭരണസമിതി അസാധാരണ നടപടി സ്വീകരിച്ചത്. ബാങ്കിന്റെ ഇത് സംബന്ധമായി എൻ്റെ കയ്യിൽ നിന്ന് ഒരു വീഴ്ച വന്നിട്ടില്ല. ഈ മകൻ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ ഒരു പേര് മാത്രമേ ഉള്ളൂ അതിനകത്ത്. അവനക്കതറിയില്ല, കാരണം അവൻ ഇത്ര പ്രായമായിട്ടുള്ളൂ. അവനോട് ഞാൻ പറഞ്ഞ് തിരുത്തിക്കൊള്ളാമെന്ന് ഞാൻ പറയുകയും ചെയ്തായിരുന്നു. അത് പ്രകാരം ഞാൻ വീട്ടിൽ വന്ന് അവനോട് പറയുകയും ചെയ്തായിരുന്നു. അല്ല, അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പ്രായത്തിൻ്റെ അനുസരിച്ച് കൊച്ചിറങ്ങി. അതിനകത്ത് ഞാൻ പിന്നെ തടയാൻ നിന്നില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അവൻ്റെ പ്രായം അതാണല്ലോ. എനിക്ക് ഇലക്ഷൻ ആയിട്ടില്ല, വോട്ടായിട്ടില്ല. വോട്ടാവാത്ത സ്ഥിതിക്ക് നമുക്കതിനെ നിയന്ത്രിക്കാനും പറ്റില്ലല്ലോ. ഇത്രകാലം ജോലിയിൽ തുടർന്ന നിസയ്ക്ക് അസാധാരണമായി നോട്ടീസ് നൽകിയത് അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടതോടെ നിസ CPIM ഏരിയ നേതൃത്വത്തെ സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല. 28-ാം തീയതി പോയപ്പോൾ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് ഞാൻ ഇത് ഏരിയ സെക്രട്ടറിനെ പോയി കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും 1-ാം തീയതി തൊട്ട് ചെന്നോളാൻ പറഞ്ഞ് പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അതും പ്രകാരം കയറിയപ്പോൾ ഇന്നാണ് പറയണത് ഇന്നോട്ട് വരണ്ടെന്നാണ് പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞു. ഭർത്താവ് മരിച്ച നിസയുടെ ഏക ഉപജീവനമാർഗമാണ് ബാങ്കിലെ ജോലി. അതേസമയം നിസയുടെ ജോലി തൃപ്തികരമല്ലെന്നും പിഴവുണ്ടായെന്നുമാണ് കാരിക്കോട് സഹകരണ ബാങ്കിന്റെ വിശദീകരണം. ന്യൂസ് മലയാളം, ഇടുക്കി.